ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിലെ പല ബിസിനസ്സുകളും ഫെയിൽ ആവുന്നതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഫണ്ടിങ് ഇഷ്യൂസ് ആണ്. കാരണം നമ്മൾ നമ്മുടെ ഓൺ ഫണ്ടിങ്ങിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങും, അപ്പൊ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള അത്ര ഫണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. സോ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സ്റ്റേജിലെത്തുമ്പോൾ അത് റൺ ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. ഇത് കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് കൺസൾട്ടൻസി ഫീൽഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ പാസ്റ്റ് സ്റ്റോറീസ്, അവരുടെ ഫെയിലിയർ കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ സ്റ്റഡി നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു മെയിൻ റീസൺ ഫണ്ടിങ് ഇഷ്യൂസ് തന്നെയാണ്. ഫണ്ടിങ് ഇഷ്യൂസ് മെയിൻ റീസൺ ആണ്, മാർക്കറ്റിംഗ് മെയിൻ റീസൺ ആണ്. അങ്ങനെ പല പല റീസൺസ് ഉണ്ട്. എന്നാലും ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫണ്ടിങ് ഇഷ്യൂസ് ആണ്. കാരണം ഫണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ മറ്റ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് അത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഫണ്ടിങ് ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് മുമ്പ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്? അപ്പൊ ഞാൻ UK-ലായിരുന്ന സമയത്ത് അപ്പൊ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട്, അവിടെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. അപ്പൊ അതിലേക്ക് എന്നെ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അതായത് അവിടെ പുതിയ കമ്പനീസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ വരുന്നു, അവരുടെ ബിസിനസ് പ്ലാനുകൾ പറയുന്നു. ഇത് അവിടുത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് കേൾക്കുന്നു. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ UK-ലൊക്കെ ഇൻവെസ്റ്റർ വിസ എന്ന് പറഞ്ഞൊരു വിസ തന്നെയുണ്ട്. നമ്മളവിടെ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യം നമുക്ക് അവിടുത്തെ വിസ വരെ തരും. സോ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ അവരുടെ ബിസിനസിനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ അധികം ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യും? സാധാരണ കേസിൽ ഫാമിലിയിലുള്ള റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള കുറച്ച് ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പൊ അതല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് റേസിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലില്ല. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൂടുതൽ ആളുകൾ എക്സ്പോർട്ടിംഗ് എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. അപ്പൊ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ എക്സ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറൊരു വിഭാഗം ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തത് അവർക്ക് എക്സ്പോർട്ടിംഗ് പഠിക്കാനും അല്ല, എക്സ്പോർട്ട് ചെയ്യാനും അല്ല, അവർക്ക് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയാനാണ്. എക്സ്പോർട്ട് കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? ഇതിനാണ് നമുക്കൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനീനെ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ UK-ലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പുതിയൊരു ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ വരുമ്പോൾ കുറച്ച് പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഓണേഴ്സ് വരും, അവരുടെ ഐഡിയാസ് വരും, ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരു വിങ് ഉണ്ട്. ഈ ഒരു പ്ലാൻ കറക്റ്റ് ആണോ, ഇതിൻ്റെ അകത്ത് എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്രത്തോളം ഇത് സ്കെയിലബിലിറ്റി ഉണ്ട്, എത്രത്തോളം പ്രോഫിറ്റിലേക്ക് വരും, അല്ലെങ്കിൽ ഈ ബിസിനസിന്റെ സ്വഭാവം എന്താണ്, ഇതൊക്കെ സ്റ്റഡി നടത്തി അതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുന്ന ഒരു സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഒരു ടീമുണ്ട്. ഈ ടീമിന്റെ ഒരു അനലിറ്റിക്സ് പ്രകാരമായിരിക്കും ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഈ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നീട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് ആ ഫണ്ടിനെ പല സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്കും ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ മേടിച്ചിട്ട് ഒരു പുതിയ കമ്പനിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു 10 സ്റ്റാർട്ടപ്പ് കമ്പനി എടുക്കും. അതിന്റെ നമ്മൾ അവരുടെ ബിസിനസിന്റെ പോസിബിലിറ്റിയും അത് സക്സസ് ആവാനുള്ള സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഓരോ എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചില കമ്പനിയിൽ 5 lakhs ഇൻവെസ്റ്റ് ചെയ്യും, ചില കമ്പനിയിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, ചില കമ്പനിയിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും. എനിവേ 10 lakhs ഉണ്ടെങ്കിൽ മിനിമം ഒരു 10 കമ്പനിയിലായിട്ടായിരിക്കും ആ ഒരു ഫണ്ടിനെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ പറയും എല്ലാ എഗ്ഗും ഒരു ബാസ്ക്കറ്റിൽ ഇടലെന്ന് പറയും. കാരണം 10 മുട്ട ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാൽ ആ ബാസ്ക്കറ്റ് താഴെ വീണ് പൊട്ടിയാൽ ഈ 10 മുട്ടയും പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ നമ്മുടെ ഫണ്ടിനെ പല കമ്പനികളിലേക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ പേഴ്സണലി പല ആളുകളും കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളുകളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പൊ അതിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതേ സമയം എന്നെ പല ആളുകളും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമുണ്ട്. പക്ഷെ എക്സ്പോർട്ട് കമ്പനീസിലൊക്കെ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ബാങ്കിൽ നിന്ന് ലോൺ അവൈലബിൾ ആവും. അപ്പൊ പുതിയൊരു ആളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ
അവർക്ക് ആദ്യത്തെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ബിസിനസ് ഒന്ന് റൺ ചെയ്തതിന് ഹിസ്റ്ററി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സബ്സിഡികൾ, ഒരുപാട് ലോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും, ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റേഴ്സിനെ എക്സ്പോർട്ടേഴ്സ് ഒരിക്കലും ഹയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സ്പോർട്ടേഴ്സ് ഒത്തിരി ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഈ പ്രോഫിറ്റിന്റെ മൊത്തം ഷെയർ കൊടുക്കുക. അല്ലെ ബിസിനസ് ഇത്ര സ്കെയിലബിൾ ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ഫുള്ള് എമൗണ്ടിന്റെയും ഷെയർ കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ കൂടുതൽ ആളുകളും അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഫീസിബിലിറ്റി എല്ലാം ട്രൈ ചെയ്യും. ഈ ബിസിനസ് എത്രത്തോളം ഇത് സക്സസ് ആക്കാൻ പറ്റും, ഇത് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും, ഇതിന് പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നത്. ഇപ്പൊ നിങ്ങളൊരു ബാങ്കിനെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ലോൺ വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സിറ്റുവേഷൻസിലൊക്കെ അവരുടെ ഫിനാൻഷ്യൽ ടീം സ്റ്റഡി ചെയ്യുന്നത് നമ്മളുടെ DPR ആയിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു നല്ല DPR ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻവെസ്റ്ററിനെ നമ്മൾ ഇംപ്രസ് ചെയ്യണം. ഇംപ്രസ് ചെയ്യണം എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു പ്രസന്റേഷൻ സ്കില്ല് വേണം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ ആവശ്യമാണ്. അതിനൊരു PPT പ്രസന്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പോയിന്റ്സ് ആണ് പറയേണ്ടത്. നമുക്ക് അധികം സമയമൊന്നും കിട്ടത്തില്ല, 2-3 മിനിറ്റൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ബിസിനസ് പ്രസന്റ് ചെയ്യാൻ കിട്ടുക. ആ ഒരു 3 മിനിറ്റിൽ ആ ഇൻവെസ്റ്ററിനെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ആ ഇൻവെസ്റ്ററുമായിട്ട് നമുക്ക് അടുത്തൊരു സിറ്റിങ്ങിനുള്ള അവസരം തന്നെ കിട്ടത്തുള്ളൂ. സോ അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു DPR എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കും. അതിനുശേഷം ഈ ഒരു DPRനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഞങ്ങളുടെ തന്നെ ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ പേര് ഈസി ലിങ്ക് എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും, ഈസി ലിങ്ക് 10x എന്നാണ് യൂട്യൂബിൽ നമ്മുടെ ചാനലിന്റെ നെയിം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ എല്ലാ ആളുകൾക്കും പറ്റത്തില്ല. അപ്പൊ ചില ആളുകൾക്ക് അവരുടെ ബിസിനസ് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അവരുടെ ബിസിനസ് പ്ലാനുകൾ പ്രസന്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇപ്പൊ നടത്തുന്ന ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ DPR നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനെ ഇംപ്രസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനുകളിൽ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യും. അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പേജസിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റേഴ്സ് വരും. അപ്പൊ അതായത് നിങ്ങളുടെ ഒരു ബിസിനസ് അടുത്തൊരു 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ റൺ ചെയ്യാൻ എത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യം വരിക. മേ ബി ഒരു 3.5 CR, അല്ലെങ്കിൽ ഒരു 5 CR, അല്ലെങ്കിൽ 10 CR, എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇത്രയും ഫണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് ഫണ്ടിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊരു ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് റൈറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് തരുന്നു. അത് മാത്രമല്ല, ഈ ബിസിനസ് കറക്റ്റ് വിഷനിലാണോ പോകുന്നത്, ഇതിന്റെ പ്ലാനിങ് കറക്റ്റ് ആയിട്ടാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇത് സക്സസിലാണോ പോകുന്നത്, ഇതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണ്ട ഉപദേശങ്ങൾ തരുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു സ്ട്രോങ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്. സാധാരണ MSME കമ്പനികളെ എങ്ങനെ കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് ചേഞ്ച് ചെയ്യാം, അപ്പൊ അതുപോലെ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാം, ഈ ഇൻവെസ്റ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കമ്പനീനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാം. ഇതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയ ടീം തന്നെ ഞങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഒരു കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഒരു എമൗണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ സക്സസ് ആവണമെങ്കിൽ അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഏൺ ചെയ്യാൻ പഠിക്കണം. ഏൺ ചെയ്താൽ മാത്രം പോരാ, ഏൺ ചെയ്ത എമൗണ്ട് നന്നായിട്ട് സേവ് ചെയ്യാൻ പഠിക്കണം. ഈ ഏൺ ചെയ്ത എമൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എമൗണ്ടിനെ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ ഇൻവെസ്റ്റ്മെന്റുകളാണ് നമുക്ക് നല്ല നല്ല റിട്ടേൺസ് തരുന്നത്, നമ്മളെ ഫ്യൂച്ചറിൽ റിച്ച് ആക്കി മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഐഡിയാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അവർക്ക് എങ്ങനെയൊക്കെയുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, ആരൊക്കെയാണ് അവരെ കോൺടാക്ട് ചെയ്യേണ്ടത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ പുതിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈസി ലിങ്ക് 10x എന്ന് പറയുന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.